ഉമ്മനൊരു ഒരു ഒരു ബലമില്ലല്ലോ. എന്തോ ഒരു പ്രതീക്ഷിച്ച പോലെ പാടാൻ പറ്റിയില്ലേ? പറ്റിയില്ല. അത് കോൺഫിഡന്റ് ആ പറഞ്ഞ കോൺഫിഡന്റ്. ഏത് ഈ മെഡ്ലിയിൽ ഏത് പോർഷനാണ് മോള് വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല എന്ന് തോന്നിയത് കൂടുതലായിട്ട്? പൊൽത്തിങ്കൽക്കല്ലേ ആണല്ലേ? ഓക്കെ. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അതിലാ ആ പോർഷൻ പാടാമോ? വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർച്ചടി ഹസ്തമാർന്ന തുടി തന്നുൾ താളടുണ്ടും രവം. എനിക്ക് ഒരു സിംഗർ എന്ന രീതിയിൽ എനിക്ക് മോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി, ഓരോ പ്ലാൻസ് വയ്ക്കുന്നത് മോളുണ്ടല്ലോ വളരെ റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കുന്നത്. അപ്പൊ ആ പ്ലാൻ തന്നെ ഇത്രയും വൃത്തിയായിട്ട് ആ പ്ലാൻ ഉണ്ടെന്നുള്ളത് ഒരിക്കലും ദാസേട്ടനെ ഇതായിട്ട് പറയല്ല. പക്ഷെ ഇപ്പം മോള് പാടിയപ്പോഴാണ് എന്റെ ഫീല് ശരിക്കും എനിക്കതൊരു ഭയങ്കരമായിട്ട് അറിഞ്ഞത്. കാരണം വളരെ റിലാക്സ് ചെയ്ത്, കാരണം ചിലപ്പോൾ നമ്മൾ പ്ലാൻ വെക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ വെച്ച് പോവാനുള്ള ഒരു ഇത് തോന്നാറുണ്ട് പലപ്പോഴും, നമുക്കൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഇത് ഈ പോർഷൻ മാത്രമല്ല, മോളിപ്പോ കഴിഞ്ഞ പാട്ടുകളും അല്ലെങ്കിൽ മോളുടെ ഇപ്പൊ ഇതിൽ തന്നെ മെഡ്ലിയിൽ വന്ന മറ്റു പാട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്ലാൻസ് വളരെ കൂളായിട്ട് വച്ചിട്ട് ഈ പ്ലാൻ തീർത്തിട്ട് മതി അടുത്ത ലൈനിലോട്ട് പോകുന്നത് എന്നുള്ളൊരു സംഭവമാണ്. അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം വെച്ചാൽ അപ്പൊ ഒരു ടോട്ടൽ ഫിനിഷിംഗ് ഭയങ്കരമായിരിക്കും, ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. ഇപ്പൊ പിന്നെ അപ്പൊ നേരത്തെ മോള് വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഊർജ്ജം തരാൻ വേണ്ടി ഇത് പറഞ്ഞത്. ഇപ്പൊ ഓക്കെ അല്ലേ? സന്തോഷായോ? പിന്നെ മോള് ഓം ശാന്തി ഓംല പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ വളരെ ഹിറ്റ് സോങ് ആണ്. ഇവിടെ എല്ലാവരെയും ഇളക്കി, ഞങ്ങളെ വരെ ഇളക്കി കളഞ്ഞു. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണാടിക്കൂടും തേടി വന്നപ്പോഴത്തേക്ക് മോള് ആ ടെമ്പോ വല്ലാതെ മോള് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയല്ലേ? അവിടെ ഈ പറഞ്ഞ പോലെ പ്ലാൻ മോള് വിചാരിക്കുന്ന രീതിയിൽ, മോള് സാധാരണ ഓരോ പ്ലാൻസ് വയ്ക്കുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ശരിയല്ലേ? മാമ പറഞ്ഞു ശരിയല്ലേ? തെറ്റല്ലല്ലോ? അതൊക്കെ കൊണ്ടാണ് നേരത്തെ വിഷമം വന്നത്. പിന്നെ ഈ പറഞ്ഞ എൻഡിങ് കുറെ കൂടിയൊക്കെ ഒരു പഞ്ചിങ് ആയിട്ടുള്ള സോങ് ആവാമായിരുന്നു. അവിടെ കുറച്ചൊന്ന് നമ്മള് എക്സ്പെക്ട് ചെയ്ത പോലുള്ള ഒരു ഫിനിഷിങ് കിട്ടിയില്ല. അത് മോളുടെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവിടെ മാത്രം ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ എൻഡിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. പിന്നെ മൊത്തത്തിൽ നന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മോളെ ബിജു അങ്കിൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബിജു അങ്കിളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സത്യം ശിവസുന്ദരം കുഴപ്പമില്ലാത്ത രീതിയിൽ പാടി. അതിന്റെ എൻഡ് വന്നപ്പോ കുറച്ചൊരു ഇതായിപ്പോയി അല്ലേ? അങ്ങനെ ആയിപ്പോയി. ഓക്കെ. അതിനുശേഷം ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ട് ഈ വിഴുങ്ങണ സ്വഭാവം മാറ്റണമെന്ന്. ധീരെ അതിന്റെ പകുതി വെച്ചിട്ട് വീണ്ടും വീട്ടെ പിന്നെ അടുത്ത് പോകും. എന്നാലും വളരെ നന്നായി പാടിയിട്ടുണ്ട് ആ രണ്ടും പോർഷനും. ഓക്കെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എല്ലാത്തിനും ബീജമായി പോയി. ചില പാട്ടില് അത് ബീജം വന്നാൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണാടിക്കൂട്ടിന്റെ ലിംഗം ഒക്കെ ആയിരുന്നു. സത്യം ശിവസുന്ദരം കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദി പാട്ട് എന്തായിരുന്നു മോളെ? ഓപ്പണിംഗ് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു അത്? देखो देखो हे शाम बड़ी दीवानी धीरे धीरे बन जाए न कोई कहानी. ഓക്കെ 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 ഓക്കെ. ആ സത്യം ശിവസുന്ദരം നിർത്തിയിട്ടൊന്ന് പാടിക്കുമ്പോള് സത്യശിവ സൗന്ദര്യം. ഓക്കെ ഓക്കെ. അതിനുശേഷം ലിങ്കിലാണ് വെറുതെ ഋതം മാത്രമായ കുറച്ചും കൂടി ഇതായിരുന്നു. 4 ബാർ ഋതം കഴിഞ്ഞിട്ട് മോള് പാടിയാൽ ഓക്കെ ആയിരുന്നു. ഓക്കെ എന്തോട്ടെ. പിന്നെ കണ്ണാടിക്കൂടും വലിയ കുഴപ്പമില്ലാണ്ട് മോള് പാടി. മേലോട്ടൊക്കെ പോകുമ്പോ ശ്രുതി കുഴപ്പമാവുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നീ അങ്ങനെ പാടില്ല, എനിക്കാ ടെൻഷൻ. ദൈവമേ ഇനി എന്താവോ എന്നുള്ള ടെൻഷൻ. അത് പക്ഷെ കുഴപ്പമില്ലാത്തൊരു പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. അതിനുശേഷം സമഗമ എന്തോ ഇതല്ലേ, സമഗപ്പ നീലാക്കയിൽ എന്തോ പാട്ടില്ലേ, അത് ഈ പറഞ്ഞ പോലെ അത് ലാസ്റ്റിലായിരുന്നു അല്ലേ? അത് കുറച്ചും കൂടി വേറെ ഏതെങ്കിലും പാട്ട് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. അതുപോലെ ആ പാട്ട് ബേസായി പോയി. ആ കാരണം മോൾക്ക് ആ പഞ്ച് കിട്ടിയില്ല, പാടാനുള്ള പഞ്ച് കിട്ടിയില്ല.
ഞാൻ ഇന്നലെ ആരോടോ പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വെച്ചാ ആ ബേസ് അല്ല അത് താഴ്ത്തു വെച്ചാ എന്താ മേലെ മേലെ അത് കൂട്ടി വെച്ചാ ദിവാനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. ദിവാനിക്ക് അല്ല ദേഖോ ദേഖോന്റെ അല്ല മോളെ ഇപ്പൊ ലാസ്റ്റ് സോങ് അല്ലേ ഇത്? അപ്പൊ നമുക്ക് സ്കെയിൽ ചേഞ്ച് ചെയ്യാം, മനസ്സിലായില്ലേ? അത് സ്കെയിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള നമുക്ക് പാടാൻ പറ്റുന്ന സ്കെയിലേക്ക് ആക്കാം. മോളെ പാടിയ ആജുക്കൽ പാടിയ आजकल तेरे मेरे प्यार की चर्चा है सवाल पे सबको मालूम है और सबको खबर हो गई समगपा पम पमा गरि गरि सनि समगपा पम पमा समगपा पम पमा गरि गरि सनि समगपा साधमा गम गमनि निद सानि सानि गप गम गमनि ഓക്കെ ഇപ്പൊ എങ്ങനെ പാടാൻ എങ്ങനെ കുറച്ചും കൂടി ഇത് തോന്നില്ലേ, ഈസി തോന്നില്ലേ? അപ്പൊ ഇതിങ്ങനെ ചെയ്യണം അങ്ങനത്തെ പാട്ടുകൾ ഇനിയെങ്കിലും. ഇപ്പോഴത്തല്ല, ഇനി എങ്ങനെയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ പാടുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, എന്തായാലും വളരെ നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ മോളെ. പിന്നെ വളരെ നന്നായി പാടിയിട്ടുണ്ട്, പക്ഷെ ഇതിലും മോൾക്ക് നന്നായി പാടാമായിരുന്നു.